മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പള്ളുരുത്തിയിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. പെൺസുഹൃത്തിന്റെയും ഭർത്താവിന്റെയും പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ 9 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കിട്ടുന്നത്. അതിനുശേഷമാണ് അന്വേഷണം ആരംഭിക്കുന്നത്. പ്രതികൾ സസ്പെക്ട് ചെയ്യുന്ന 2 പ്രതികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടേ ഉള്ളൂ. അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇനി ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട്. ഇതിൽ വെച്ച് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് ഇവിടെ വന്നിട്ട് പരിശോധന നടത്തിയത്. സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവർ പരിചയക്കാരാണ്, ഒരേ നാട്ടുകാരാണ്. വിവരങ്ങൾ നൽകാനായി സുജോ വർഗീസ് ഉണ്ട്. സുജോ, ഈ കൊലപാതകത്തെ പറ്റി പോലീസ് കൂടുതലായി സമഗ്രമായി എന്താ പറയുന്നത്? അജി, ഇന്നലെ രാത്രിയിലാണ് ഈ പള്ളുരുത്തി സ്വദേശിയായ ആഷിഖിനെ ഗുരുതര പരിക്കുകളോടുകൂടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിന് ഒരു ഒപ്പമുണ്ടായിരുന്ന ഒരു യുവതി ആണ് ഈ ഓട്ടോറിക്ഷയിൽ ഈ ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ എത്തിക്കുകയും ചെയ്തത്. പിന്നീടാണ് ഇത് വീട്ടുകാരെയെല്ലാം അറിയിക്കുകയും ചെയ്യുന്നത്. ഈ യുവതിയെ ചോദ്യം ചെയ്തതിൽ അല്ലെങ്കിൽ യുവതിയുമായി സംസാരിച്ചതിൽ ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് വീട്ടുകാർ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. പോലീസിന് 9 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള തുടരന്വേഷണം നടത്തുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹതയുണ്ടായിരുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ ചുരുൾ അഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആഷിഖിന്റെ മരണം അത് കൊലപാതകം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനത്തിൽ ഈ ഒരു ചെറിയ പിക്കപ്പ് വാൻ അത് ആഷിഖ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു ആഷിഖ്. ഈ വാഹനത്തിന്റെ മുൻഭാഗത്ത് സീറ്റിലിരുന്ന് ആഷിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പരിക്ക് ഏൽക്കുന്നത്. ആഷിഖിന്റെ 2 കാലിന്റെ തുടയിലും ഇത്തരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ചോര വാർന്ന ഒരു നിലയിലാണ്